എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് ഒരു പേഴ്സണൽ റീഡിംഗ് ആണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല കേട്ടോ. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വെറുതെ വിടാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്തരും. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് ഇപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ്? യൂണിവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ്? യൂണിവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ്? നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരിത്തിരി എന്താ പറയുക, കുറേ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിയാറായി, ജസ്റ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി കഴിയാൻ പോകുന്നു. ഇനി നല്ലൊരു തുടക്കമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർന്ന് ഇനി നല്ലൊരു കാലഘട്ടം വരാൻ പോവാണെന്ന് പറയണത്. ഇപ്പോൾ നടക്കുന്ന വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു സ്വഭാവത്തോടു കൂടി നടക്കുന്ന, ആര് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. ആരെന്ത് ബാക്കിൽ നിന്ന് നല്ലത് പറഞ്ഞു കൊടുത്താൽ പോലും ഒന്നും കേൾക്കില്ല. ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രകൃതത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് എഫർട്ട് എടുത്താലൊക്കെ അത് ഫലം കിട്ടുന്നതാണ് അവർക്ക്. ഇപ്പോൾ എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ പോന്നു, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രകൃതിയോടെ നടന്ന് ആണ് ഇപ്പോൾ ആള് പോകുന്ന പോക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയണില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനോ ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനൊക്കെ ഒരു സാധ്യതയാണ് പറയണത് കേട്ടോ. ഇത് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർന്നു, കുറേ അനുഭവിച്ചു, അതെല്ലാം തീർന്നു. ഇനി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ് പറയുന്നത്. ഇനി എല്ലാ കാര്യങ്ങൾക്കും വിജയമാണ് വരാൻ പോകുന്നത്, എല്ലാ കാര്യത്തിലും സക്സസ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഇടയിൽ വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. വേറെ ആരോ ഉണ്ടെന്ന് വെച്ചാൽ ഒന്നല്ല ഒരു വ്യക്തി ആയിരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടുകാരോ അല്ലെങ്കിൽ സാമ്പത്തികമോ എന്തെങ്കിലും ആയിരിക്കാം തേർഡ് പാർട്ടി. അങ്ങനെ എന്തൊരു തേർഡ് പാർട്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തിരി പിണങ്ങി മാറിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട്, വരും എന്നാണ് പറയുന്നത് കേട്ടോ.
പിന്നെ അടുത്ത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു നല്ല വിശ്വസിക്കാവുന്ന ആൾ തന്നെയാണെന്നാണ് പറയണത് അവർ കേട്ടോ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവും ബോധവും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പുറകിലൊരാൾ വേണം, ഒരു സപ്പോർട്ടിന് ഒരാൾ വേണം. അപ്പം നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകും. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആളാണ്. ഇപ്പം ഇത്തിരി വളരെയധികം ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് നിങ്ങൾ വേർപിരിഞ്ഞതിന് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. വളരെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. വളരെയധികം ദൗർഭാഗ്യം അനുഭവിക്കുക, ദുരിതം അനുഭവിക്കുക. അവർക്ക് അവരെ ഇപ്പം അവർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ വേറൊരു തേർഡ് പാർട്ടി പറഞ്ഞു വേറൊരു കക്ഷിയുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വേദനിച്ച് ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഹൃദയവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയണത്. അവരെ ആഴത്തിൽ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ദുഃഖം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നഷ്ടമായ ബന്ധത്തിൻ്റെയൊക്കെ അത് ആലോചിച്ചിട്ട് അവർക്കൊരു വിഷമമുണ്ട്. ഇപ്പം അവർക്ക് ഒരുപാട് കണ്ണീരും ഹൃദയാഘാതവും സങ്കടവും കലഹവും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനുള്ളൊരു ഇതാണ് പറയണത്. ഇനി എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നത്. ബിസിനസ്സിലായാലും ഇനി നേട്ടമാണ് വരാൻ പോകുന്നത്. എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഫലം കിട്ടാൻ പോകണമെന്നാണ് പറയണത്. അവർക്ക് ഹാർഡ് വർക്കിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. അവർക്ക് ഇനി തിരിച്ചു വന്നിട്ട് ഇനി മാരേജിനൊക്കെ സമയമായി എന്നാണ് പറയണത്. എന്തായാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ തന്നെയാണ് പോകുന്നത്. വീണ്ടും വീണ്ടും പറയുന്നു. പിന്നെ ഇനി അവരുടെ ജീവിതമൊക്കെ അവർക്ക് വളരെ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ആരെ ആശ്രയിച്ചില്ലെങ്കിലും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നിൽക്കാൻ സാധിക്കുന്ന അത്രയും കഴിവുള്ളൊരു വ്യക്തിയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിതത്തിലേക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ആഡംബരമായി ജീവിക്കാനായിട്ട് എല്ലാം എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ടാക്കാൻ ആ വ്യക്തിക്ക് കഴിയും. ഒരു പ്രായമായ സമയത്ത് ഇതിപ്പോൾ കൊച്ചു കുട്ടികളുടെ ഇതല്ല, ഒത്തിരി കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരും ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രണയമാണ് ഇതിൽ കാണുന്നത്. അത് അവസാന സമയം വരെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രണയമാണെന്നാണ് പറയണത്. പറ്റി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ തന്നെയാണ് അത് പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇനി ഒരു സ്റ്റാർ ആവും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു സ്റ്റാറായി തിളങ്ങാൻ പോണു എന്നാണ് പറഞ്ഞത്. ഇനി ഒരു പുതിയൊരു പേഴ്സൺ ആവും എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു പുതിയൊരു പേഴ്സണായി ഇനി എല്ലാ കാര്യത്തെക്കുറിച്ചും ഇനിയൊരു തരത്തിലൊരു വേവലാതിയൊന്നും ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് ഉള്ളൊരു വ്യക്തിയാവാനാണ് പോകുന്നത്. ഇനി കുറേ ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ വരുന്നുണ്ട്. ഇനിയൊക്കെ ഫ്രീഡം കിട്ടാനാണ് പോകുന്നത്. ഭാഗ്യം വരാൻ പോകുന്നു. വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമുള്ള ഒരു ശാന്തതയാണ് ലൈഫിൽ. ഇനി ഒരു ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ശാന്തതയാണ് ഇനി വരാൻ പോകുന്നത്. ഇനി പുതിയ പുതിയ അവസരങ്ങൾ വരിക, പുതിയ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവുക. ഇനി ഒരു സ്റ്റാറായി തിളങ്ങാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇനി ആഘോഷങ്ങൾ വരുന്നു. വീണ്ടും അവിടുന്ന് തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും എന്താ പറയുക, വിവാഹത്തിൻ്റെ ആഘോഷം, ഒരു കുട്ടി ഉണ്ടാവേ, അങ്ങനെ വളരെ ആഘോഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. റീയൂണിയൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും സന്തോഷകരമായ പുനഃസമാഗമം. അപ്പം നിങ്ങളിലേക്ക് തന്നെ വന്നിട്ട് ഒരു പുനഃസമാഗമം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ അടുത്ത് വന്ന് സന്തോഷത്തോടെ വരാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു അബണ്ടൻ്റ് വരാൻ പോകുന്നു. നല്ലതിനായിട്ട് നിങ്ങളിലേക്ക് എന്തൊക്കെയോ വരുന്നുണ്ട്. ഇനി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പ്രോഫിറ്റാണ് കിട്ടാൻ പോകുന്നത്. നല്ല ഈശ്വരാധീനുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്, എന്തിനു വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതിനെല്ലാം ഫലം കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ നിങ്ങൾ
ഇനി വിജയമാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയങ്ങളും നേട്ടങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കുറേ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ തീരാൻ പോവാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തീർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തീരും അടുത്ത്. അപ്പോൾ ഒരു ജീവിതചക്രത്തിൻ്റെ ഒരു അവസാനത്തെയാണ് കാണിക്കുന്നത്. ആ ഒരു അവസാനം എല്ലാം അവസാനിച്ചു. ഇനി നല്ല കാലമാണ് വരാൻ പോകുന്നത്. ഇനി വിജയമാണ് വരാൻ പോകുന്നത്. ഏത് കാര്യത്തിനും വിജയമാണ്. പുതിയൊരു യാത്രയ്ക്കുള്ളൊരു തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകാൻ പോകുന്നു. അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കാനോ വിൽക്കാനോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കാൻ പോകുന്നു. പിന്നെന്താ, നിങ്ങൾ വളരെ പരിശുദ്ധമായ സ്നേഹമാണെന്നാണ് പറയണത്. പിന്നെ അടുത്തത് സൺ കാർഡാണ് വന്നത്. അത് വളരെ നല്ലൊരു കാർഡാണ്. ഇനി ഒരു പുനർജന്മത്തെ എന്താ വെച്ചാൽ നിങ്ങളിലേക്ക് സന്തോഷവും സക്സസ്സും എല്ലാം വരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങൾക്കും ഇനി വിജയം വരുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനെല്ലാം നിങ്ങൾക്ക് ആ പരിശ്രമത്തിനെല്ലാം വിജയം കാണാൻ പോകുന്നു. ജീവിതത്തിൽ വളരെ സന്തോഷവും ഭാഗ്യമൊക്കെ വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ലവേഴ്സാണെന്നാണ് പറയണത്. സോൾമേറ്റാണ്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇപ്പോൾ പോയവർക്കൊക്കെ നല്ല പണി കിട്ടി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പേഴ്സൺ റീഡിങ് വേണ്ടവർ ഇത് വാട്സാപ്പ് നമ്പറാണ്. ഇതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.